ശങ്കരാചാര്യർ കണ്ടത്. ആ രീതിയിൽ ഒരു ശ്രീചക്രം എഴുതി അതിലമ്മേ പഞ്ചലോക വിഗ്രഹത്തിൽ പ്രതിഷ്ഠിച്ചാണ് നമ്മളിപ്പോൾ കാണുന്ന ആ വിഗ്രഹം. യഥാർത്ഥത്തിൽ ലിംഗം മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമ്മള് നേരെ അമ്മയെ കാണുന്നു. സുന്ദരിയായ അമ്മയെ കുറിച്ച് വർണ്ണിച്ചിട്ടും അറിയാവാതെയാണ്. എത്രത്തോളം വർണ്ണിക്കാൻ പറ്റും അത്രത്തോളം വർണ്ണിച്ചതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് സൗന്ദര്യമെല്ലാം അത് എഴുതിച്ചതല്ല. അമ്മയുടെ ആ സൗന്ദര്യം കണ്ട് മതിമറന്നാണ് ശങ്കരാചാര്യരുടെ ഉദ്ദേശിച്ചത്. അമ്മയുടെ ദൃഷ്ടിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ദൃഷ്ടിക്ക് പറയാനുണ്ട്. ഒരു ദൃഷ്ടി താഴോട്ടും ഒരു ദൃഷ്ടി മുകളിലോട്ടും. വലതുഹസ്തത്തിന്റെ ദൃഷ്ടി പിന്നെ മുകളിലോട്ടും അഭയഹസ്തത്തിന്റെ ദൃഷ്ടി താഴോട്ടുമാണ്. അപ്പൊ അമ്മയുടെ കിരീടത്തില് കോവിലൂർ രത്നമുണ്ട്, മൂക്കുത്തി വസ്ത്രമാണ്. അപ്പൊ തന്നെ അറിയാം അമ്മയുടെ സൗന്ദര്യം. അമ്മ അണിഞ്ഞിരിക്കുന്ന വസ്ത്രം ഒന്ന് മനസ്സിലാക്കുക. നമുക്ക് കൊണ്ടുവരാം ഈ സമയത്ത്. നവരാത്രി കാലം വളരെ പ്രധാനപ്പെട്ടതാണ്. നവരാത്രി കാലം പ്രധാനപ്പെട്ടതാണെങ്കിൽ ഈ മാസങ്ങളിൽ അമ്മയെ നമുക്ക് തൊഴുന്നത് നല്ലതാണെന്നാണ് അവിടുത്തെ ആഴ്ച പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ സൈഡിലോട്ട് പോകുമ്പോൾ അവിടെ ദശഭുജ ഗണപതിയുണ്ട്. അതിനടുത്ത് വെള്ളി നാഗമുണ്ട്. ആ നാഗത്തെ നമ്മൾ തൊട്ട് കണ്ടിരിക്കണം. നമ്മുടെ കുണ്ടലിനി ശക്തി ഉണർത്തുന്ന രീതിയിലുള്ള അത്. പിന്നെ പലരും പറയുന്നത് അമ്മയുടെ പുറകിൽ എന്ത് പ്രാർത്ഥിച്ചാലും അമ്മ അത് നടത്തി തരും എന്നാണ്. പിന്നെ ഇപ്പോഴത്തെ ഒരു അടച്ചിട്ട മുറിയാണ്. അവിടെ ചെറിയ അഴികളൊക്കെ ഇട്ടിട്ട് അവിടെ ശങ്കരാചാര്യര് പിന്നെ ഒരു വിഗ്രഹമുണ്ട്. അദ്ദേഹം അവിടെ നിന്നാണ് ദേവിയെ തപസ് ചെയ്തത്. അപ്പൊ അവിടെ ഇരുന്ന് നമുക്ക് നാമൊക്കെ പറയാം. അവിടെ നാമം ചെയ്തിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. പിന്നെ നമ്മൾ കാണുന്ന വീരഭദ്ര സ്വാമിയാണ്. അമ്മയുടെ മുഖ്യ സേനാപതിയാണ്. മഹിഷാസുരനെയും മൂകാസുരനെയും അമ്മ വധിക്കുമ്പോൾ സേനാപതിയായി നിന്നത് ഈ വീരഭദ്ര സ്വാമിയാണ്. വീരഭദ്ര സ്വാമിക്ക് ഭസ്മാഭിഷേകം പ്രധാനമാണ്. ഭയങ്കര ശക്തിയേറിയ മൂർത്തിയാണ്. അമ്മയുടെ കാവലാണ്. അത് കഴിഞ്ഞ് നമ്മള് പിന്നെ തെക്ക് കിഴക്കേ മൂലയിലെ സുബ്രഹ്മണ്യ സ്വാമിയുണ്ട്. സുബ്രഹ്മണ്യ സ്വാമിയുടെ അടുത്തായിട്ട് യാഗശാലയുണ്ട്. ആ യാഗശാലയുടെ ഇപ്പുറത്ത് സരസ്വതി മണ്ഡപമുണ്ട്. സരസ്വതി മണ്ഡപത്തില് പിന്നെ അതൊക്കെ ദേവി വെച്ച് എപ്പോഴും തുറക്കൂല. ചില അവസരങ്ങളിൽ അത് നട തുറക്കാറുണ്ട്. അങ്ങനെ ഒരു ഭാഗ്യം ഞങ്ങൾക്ക് പോയപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ദേവി അവിടെ പൂജിക്കും. പിന്നെ അവിടെ കുഞ്ഞുങ്ങളെ എഴുത്തിനിരുത്തും. എല്ലാ ദിവസവും എഴുത്തിനിരുത്തും. 5 മണി തൊട്ട് 1 മണി വരെ എഴുതിനിരുത്തും. അവിടെ സമയം പ്രത്യേകത. പിന്നെ പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് അവിടെ ഓരോ നേരത്തും ഓരോ ദേവികളാണ് ഉള്ളത്. സരസ്വതി, കാളി, മഹാലക്ഷ്മി എല്ലാം ഓരോ ദിവസം. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. എപ്പോഴും മഹാസരസ്വതി, മഹാലക്ഷ്മി, മഹാകാളി ഐക്യസ്വരൂപത്തോടെ ഏത് സമയത്തേക്കും മൂകാംബികയാണ് ദേവി. അവിടെ വേർതിയില്ല. പിന്നെ വൈകുന്നേരം 7 മണിക്ക് 7:30 പൂജ കഴിയുമ്പോൾ അമ്മ അവിടെ എത്തി പൂജ ചെയ്യാറുണ്ട്. ശീവേദിക്ക് എഴുന്നള്ളിയിട്ട്. എന്നിട്ട് നമുക്ക് അവിടെ പോയിരുന്ന് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ഇപ്പുറത്തോട്ട് വരുമ്പോൾ നമ്മുടെ ചണ്ഡികാഹോമം നടത്തുന്ന യാഗശാല കാണാം. ചണ്ഡികാഹോമം എന്ന് പറയുന്നത് നമ്മുടെ സപ്തശ്രീ ദേവി മഹാത്മ്യത്തിലെ 700 ശ്ലോകങ്ങൾ ഇങ്ങനെ ചൊല്ലിയിട്ട് ആ 700 ശ്ലോകങ്ങൾക്കും പായസം ആഹൂതി ചെയ്യുക. യാഗത്തിലെ ആഹൂതി ചെയ്താണ് നമ്മുടെ ചണ്ഡികാഹോമം നടത്തുന്നത്. പ്രധാനപ്പെട്ട വഴിപാടാണ് അമ്മയ്ക്കുള്ളത്. നമ്മുടെ കാമനകൾ നടത്തിത്തരും എന്നാണ് പറയുന്നത്. എൻ്റെ ഹസ്ബൻഡ് സുഖമില്ലായിരുന്നപ്പോൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു 2008. ഞങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാൻ കഴിഞ്ഞു. അമ്മ അനുഗ്രഹിക്കുകയും ചെയ്തിരുന്നു. എല്ലാം കഴിഞ്ഞു. കുറച്ച് ഫ്രണ്ടിലോട്ട് പോകുക. ആ മൂലയിലോട്ടാണ് എന്താണ് പല കൊച്ചു ക്ഷേത്രങ്ങൾ നമ്മുടെ ഉപദേവന്മാരെ കാണുന്നത്. പ്രധാനപ്പെട്ടത് മഹാദേവനെയാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ 108 ശിവക്ഷേത്രങ്ങളിലും 108 ശക്തിപീഠങ്ങളിലും ഈ മൂകാംബിക ക്ഷേത്രം സ്ഥാനമുണ്ട്. അമ്മ പിന്നെ ഭയങ്കരമായ ശക്തിയുടെ എന്താണ് ദമ്പതികളായിട്ടാണ് ആ ക്ഷേത്രത്തിൽ അമ്പലത്തിലെ മൂകാംബിക ക്ഷേത്രത്തിലെ അമ്മയും ഭഗവാനും കൂടെ മഹാദേവനും അമ്മയും കൂടെ ഒരേ സാന്നിധ്യത്തിൽ അവിടെ തന്നെ മുറ പെയിന്റിങ് കാണാം. നമ്മുടെ അവിടുത്തെ മുറ പെയിന്റിംഗ് ആയിട്ട് കുങ്കുമം കൂടെ കാണാം. അപ്പൊ ഭഗവാന്റെ നിറം വെള്ളയാണ്. ആ വെള്ള നിറം അമ്മയുടെ കുങ്കുമം. അങ്ങനത്തെ രീതിയിൽ അവിടെ പോയവർക്ക് അറിയാം. അവിടുത്തെ ചുമർച്ചിത്രങ്ങൾ കാണുമ്പോൾ അറിയാം. അത് കഴിഞ്ഞ് നമ്മൾ ഫ്രണ്ടിൽ പോകുമ്പോഴാണ് മഹാദേവന്റെ പ്രാണേശ്വര ക്ഷേത്രം കാണാം. പിന്നെ അതാണ് പ്രാണലിംഗം. അതാണ് കോല മഹർഷി തപസ് ചെയ്തിരുന്ന
ശിവലിംഗം എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് പാർത്തേശ്വരനുണ്ട്. പാർത്ഥന്റെ അഹങ്കാരം മാറ്റി കൊടുത്ത ദേവനാണ് മഹാദേവൻ അവിടെ ഇരിക്കുന്നത്. പിന്നെ അടുത്ത് കഴിഞ്ഞിട്ട് നമ്മളെ ഗണപതി ഹേരമ്പനാണ് സിംഹവാഹനൻ. അപ്പൊ അത് കഴിഞ്ഞ് അതിന്റെ അടുത്ത് ഗണപതിക്ക് ഭയങ്കരമായ ശക്തിയാണ്. അടുത്ത് തന്നെ സ്വയംഭൂവായിട്ടൊരു ഇനി പോകുന്നവർ ശ്രദ്ധിച്ചാൽ മതി. സ്വയംഭൂവായിട്ടൊരു പാറയുണ്ട്. അതിന് രൂപമില്ല, പക്ഷെ അവിടെ എന്തോ ഒരു ശക്തിയുണ്ട്. അത് കഴിഞ്ഞിട്ട് നെഞ്ചുണ്ടേശ്വരൻ എല്ലാവർക്കും അറിയായിരിക്കും. നെഞ്ചെന്ന് പറഞ്ഞാൽ എന്താ? വിഷമുണ്ട് ഈശ്വരൻ എന്നാണ് നെഞ്ചുണ്ടേശ്വരൻ. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നെഞ്ചുണ്ടേശ്വരൻ കഴിഞ്ഞിട്ട് പിന്നെ ആഞ്ജനേയ സ്വാമി, വെങ്കട സ്വാമി ഒക്കെ ഉണ്ട്. അപ്പോൾ ആഞ്ജനേയ സ്വാമി അവിടെ എപ്പോഴും നമ്മൾ കാണാം കുങ്കുമത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതാണ് കാണുന്നത്. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മള് രാമായണത്തില് ഹനുമാസ്വാമി ശ്രീരാമന്റെ വരവിന് മുമ്പ് അവിടെ പോകും. അപ്പൊ അശോകനെ ഇരിക്കുമ്പോൾ തന്റെ ഭർത്താവ് തന്നെ രക്ഷിക്കാൻ വരുന്നുണ്ട് എന്ന് അമ്മയ്ക്ക് മനസ്സിലായി. ഇങ്ങനെ അഭിഷേകം ചെയ്യും. ആ അഭിഷേകം ചെയ്തത് ആ മണ്ണ് കുങ്കുമമായി മാറിയെന്നാണ്. അപ്പൊ അങ്ങനത്തെ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ആ ആഞ്ജനേയ സ്വാമിയുടെ അടുത്തുണ്ട് എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ഇപ്പുറത്തെ നമുക്കവിടെ സ്വർണ്ണരത്നം കാണാൻ പറ്റും. അതിന്റെ ഇപ്പുറത്താണ് സങ്കല്പ പൂജ എന്ന് ഉണ്ടാവും. നമ്മുടെ ഭാഗ്യ പൂജയെക്കാളും നമ്മുടെ സങ്കല്പ പൂജയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. സങ്കല്പ പൂജ എന്ന് പറഞ്ഞാൽ നമ്മൾ വേറൊരു വ്യക്തിക്കൊണ്ട് പോയി ചെയ്യുന്നതിനേക്കാളും നമ്മൾ തന്നെ ചെയ്യുന്ന പൂജയ്ക്കാണുള്ള പ്രാധാന്യം കൊടുത്തിരിക്കും. അവിടുന്ന് പിന്നെ അവിടെ അക്ഷരങ്ങൾ കൈതരും. നമ്മളെല്ലാവരോടെ ഇരിക്കും, ഏറ്റുചൊല്ലും. മഹാശക്തി ദേവിയുടെ നാമത്തിൽ നമ്മളെല്ലാ ദോഷങ്ങളും മാറ്റുന്നതിന് വേണ്ടി ഒരു മന്ത്രങ്ങൾ പറഞ്ഞുതരും. അത് ഏറ്റവും നമ്മൾ ചൊല്ലി അക്ഷരങ്ങളിട്ട് അദ്ദേഹത്തിന് ലക്ഷ്മിയും കൊടുത്ത് നമ്മൾ ഇറങ്ങുന്നു. അത് കഴിഞ്ഞ് അടുത്താണ് ഈ പ്രസാദ കൗണ്ടർ. പ്രസാദമൊക്കെ വാങ്ങി നമ്മൾ തിരിഞ്ഞു വരുമ്പോൾ ഒരു ദാരു രഥം കാണാം. ദേവിയെ ശിവയ്ക്ക് പുറത്തേക്ക് എഴുന്നള്ളിക്കുമ്പോൾ നിൽക്കുന്നത്. ആ ദാരു രഥത്തിന്റെ അടുത്താണ് നമ്മുടെ ഒരു തുളസിത്തറ കാണാം. അവിടെ ആ കൊച്ചു വാതിലൂടെ നോക്കുമ്പോൾ നമ്മുടെ കുഞ്ഞി കണ്ണനെ അതിനകത്ത് കാണാൻ പറ്റും. മിക്കവരും കാണാറില്ല. നമ്മൾ പറയുമ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കും. അത് കണ്ണൻ നമ്മൾ കാണുന്നില്ലെങ്കിലും അവിടെ വരുന്ന ആൾക്കാരെല്ലാം കൃഷ്ണൻ കാണുന്നുണ്ട്. അപ്പൊ അതിന് അവിടെ പോയ ഭഗവാന്റെ സാന്നിധ്യം അവിടെ ഉണ്ട്. അത് ഇപ്പത്താണ് വീരഭദ്ര സ്വാമി നമ്മൾ എത്തുന്നത്. അപ്പോൾ ഇവിടുത്തെ പിന്നെ ഇനി അവിടുത്തെ പ്രധാനപ്പെട്ട കുങ്കുമാർച്ചന പോയിരുന്നത് എല്ലാവരും പറയുന്നത് കുങ്കുമാർച്ചന പ്രധാനം. അവിടുത്തെ ത്രിമധുരം അവിടെ പ്രധാനപ്പെട്ട ഇതാണ്. രാവിലത്തെ പൂജ കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ വയ്ക്കുമ്പോൾ പൂജ എല്ലാം കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ ശാന്തിക്കാരൻ വെളിയിൽ ശാന്തിക്കാൻ പട്ടെന്ന് പറയും. അവർ കൊണ്ടുവന്ന് നമുക്ക് ത്രിമധുരത്തെ വളരെ വിശേഷപ്പെട്ടതാണ് ത്രിമധുരം നൽകുന്നത്. നമ്മുടെ വിദ്യാഭ്യാസത്തിനും എല്ലാ കഴിവിനും അത് നല്ലതാണ്. നടക്കുന്നതും നല്ലതാണ്. റേറ്റ് വില കുറവാണ്. അപ്പോൾ ത്രിമധുരം കഴിച്ചാലും നല്ലതാണ്. പണ്ടൊരു കഥയുണ്ട്. പണ്ടത്തെ അമ്പലത്തില് ദേവിക്ക് നിവേദിച്ചതിന് ശേഷം ഈ ത്രിമധുരം പുറത്തേക്ക് കൊടുക്കൂല. അവിടെ ഒരു കിണറിനകത്ത് നിക്ഷേപിക്കണം. അവിടെ നമ്മളെ അവിടുത്തെ ഒരു പ്രശസ്തനായ ഒരു കഥയാണ് ഒഴിഞ്ഞിരുന്ന് ഭക്ഷിച്ചിരുന്നു എന്നൊക്കെ പറയാൻ ഒരു 8 കഥയുണ്ടായി. അത്രയും വിശേഷപ്പെട്ടതാണ് അവിടുത്തെ ത്രിമധുരം. പിന്നെ അവിടുത്തെ അമ്മയ്ക്ക് അവസാനം നിവേദിക്കുന്ന 8:30 ആകുമ്പോൾ പൂജ ചെയ്യും. അതിന് മുമ്പേ നിവേദിക്കുന്നത് കഷായ തീർത്ഥം സകല രോഗശാന്തിക്കും നല്ലതാണ്. ഇതിന്റെ ഉത്ഭവം എന്ന് പറഞ്ഞാൽ തപസ് ചെയ്തുകൊണ്ടിരുന്ന ശങ്കരാചാര്യർക്ക് ജ്വരം വന്നു. അവിടെ നാല് പ്രദേശമായി മഴമ്പനി അതുപോലെ ജ്വരം വന്നു. അപ്പോൾ എണീക്കാൻ വയ്യാതെ ശങ്കരാചാര്യരുടെ കിടന്ന സമയത്ത് അമ്മ സർവാഭരണ ഭൂഷിതയായി അമ്മ സ്വർണ്ണ പാത്രത്തിൽ കൊണ്ട് ഈ കഷായം എന്താണ് ശങ്കരാചാര്യർക്ക് കൊടുക്കുന്നു. അപ്പോൾ ശങ്കരാചാര്യർക്ക് ഈ വിഷമതകളെല്ലാം പെട്ടെന്ന് തന്നെ മാറ്റുന്നു. അപ്പോൾ തന്നെ ഈ ശങ്കരാചാര്യരുടെ ഇതിലുള്ളതാണ് എന്താണ് പൂജാക്രമങ്ങളാണ് നടത്തിപ്പോയത്. അപ്പൊ അദ്ദേഹം ഈ കഷായവും ഇനിയുള്ള ജനങ്ങൾക്കും ജനങ്ങൾക്ക് കൊടുക്കണം എന്നുള്ള ഇതില് അതിപ്പോഴും നിലനിന്ന് പോകുന്നു. പോകേണ്ട കാര്യങ്ങൾ കുളജാദ്രിയിൽ സമുദ്രനിരപ്പിൽ നിന്ന് 3200 അടി ഉയരം ആണ്. പിന്നെ കുളജാദ്രിയിൽ മൂകാംബികയിൽ നിന്ന് 40 കിലോമീറ്റർ അകലെയാണ് കുളജാദ്രി. ഞാൻ 1.5 മണിക്കൂർ നമ്മുടെ ജീപ്പിൽ അതികഠിനമായ യാത്ര ചെയ്ത് ചെല്ലുമ്പോൾ അവിടെ ഒരു സ്ഥാനം കാണാം. അമ്മ മൂകാസുരനെ വധിച്ച തൃശ്ശൂലം കാണാം. പിന്നെ എന്താണ് അവിടെ തൃശ്ശൂലത്തിന് ഇത്രയും വർഷമായിട്ട് ഒരു സംഭവം ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് അത്ഭുതമാണെന്നാണ് ആൾക്കാർ പറയുന്നത്. പിന്നെ ചെറിയ മല കയറി മുകളിലോട്ട് എത്തുമ്പോൾ മൂലക്ഷേത്രത്തിന്റെ സങ്കല്പത്തിൽ പാർവതി ദേവിയുടെ ഒരു ആരാധനയാണ്. പിന്നെ ക്ഷേത്രഭൂമിയിൽ
നമ്മുടെ സർവജ്ഞ പീഠം ഒക്കെ ഉള്ളത്. പിന്നെ അവിടെ അമ്മയുടെ എപ്പോഴും വലിയ സാന്നിധ്യം എപ്പോഴും അവിടെയുള്ളതാണ്. അവിടെ വലിയ സന്യാസിമാർ ധ്യാനത്തിലിരിക്കുന്ന സ്ഥലമാണ്. അങ്ങനെയുള്ള അമ്മ എല്ലാവരെയും അനുഗ്രഹിച്ച് അവരവർക്ക് കഴിവനുസരിച്ചുള്ള സിദ്ധികൾ നൽകി അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ചെറിയ രീതിയിലുള്ള സത്സംഗം അവസാനിപ്പിക്കുന്നു.